ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലായിട്ട് പറയുന്ന 700 ശ്ലോകങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭഗവാന്റെ ഗാനം ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാന്റെ ഗീതം എന്നർത്ഥമുള്ള ഭാഗവത ഗീതം. മനുഷ്യ ജീവിതത്തിലെ ധർമ്മം, കർമ്മം, അർത്ഥം, മോക്ഷം എന്നിവയെക്കുറിച്ചാണ് ഗീത സംസാരിക്കുന്നത് നമ്മളോട്. ഇതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. പ്രധാനമായും 3 യോഗങ്ങളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്: കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന്റെ സംശയങ്ങൾ തീർക്കുവാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ജീവിത തത്വങ്ങളാണ് ഇതിന്റെ കാതലായിട്ടുള്ളത്. ആകെ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമാണ് ഇതിലുള്ളത്. ശ്രീ വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അടുത്തും അകലെയുമുള്ള എല്ലാ വിഷയങ്ങളും പ്രത്യക്ഷമായി അറിയുവാൻ സാമർഥ്യം സിദ്ധിച്ച ആ സഞ്ജയൻ 10 ദിവസം ധാർമ്മികമായിട്ട് യുദ്ധക്കളത്തെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആ ഭീഷ്മ പിതാമഹന്റെ പതന വാർത്ത പടക്കളത്തിൽ നിന്ന് ഓടി വന്ന് ധൃതരാഷ്ട്രയെ അറിയിച്ചു. ഭീഷ്മ പിതാമഹൻ തനിയെ ആ യുദ്ധം ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ ധൃതരാഷ്ട്രർ അതോടെ അത്യധികം വ്യസനിച്ച് പിന്നീട് സമാധാനിച്ച് അതുവരെ പോർക്കളത്തിൽ നടന്ന വിഷയങ്ങളെ ചുരുക്കത്തിൽ ചോദിച്ച് മനസ്സിലാക്കി. അതിന്റെ ശേഷം വിസ്തരിച്ചറിയുവാനായിട്ട് സഞ്ജയനോട് ചോദിക്കുന്നതാണ്. ആ ഭാഗം മുതലാണ് നമുക്ക് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ആദ്യത്തെ അധ്യായം 1-ാം അധ്യായമായിട്ടുള്ള അർജുന വിഷാദ യോഗം. ധൃതരാഷ്ട്ര ഉവാച. ആ ഉവാച എന്ന പദത്തിന് സന്ദർഭോചിതമായിട്ട് പറഞ്ഞു എന്നും ചോദിച്ചു എന്നും നമുക്ക് അർത്ഥമെടുക്കാം. അങ്ങനെ 1-ാം അധ്യായം അർജുന വിഷാദ യോഗം. 1-ാമത്തെ ശ്ലോകം. ധൃതരാഷ്ട്ര ഉവാച. ഇവിടെ ധൃതരാഷ്ട്രയുടെ ചോദ്യവും സഞ്ജയന്റെ ഉത്തരവുമായിട്ടാണ് കഥ തുടങ്ങുന്നത്. ആദ്യം ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്. ധൃതരാഷ്ട്ര ഉവാച. ഇവിടെ ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രർ ചോദിച്ചു എന്ന് തന്നെയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാഃ യുയുത്സവഃ മാമകാഃ പാണ്ഡവാഃ ച ഏവ കിം അകുർവത സഞ്ജയ. സഞ്ജയ അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ആ ധർമ്മക്ഷേത്രമായ ആ പുണ്യഭൂമിയായ ആ കുരുക്ഷേത്രത്തിൽ യുയുത്സവഃ യുദ്ധം ചെയ്യുവാനായിട്ട് കൊതിച്ച് സമവേദാഹ വന്നു ചേർന്നിരിക്കുന്ന മാമകാഹ എന്റെ മക്കളും പാണ്ഡവാഹ ച ഏവ ആ പാണ്ഡുപുത്രന്മാരും കിം അകുർവത എന്തെല്ലാമാണ് അവിടെ ചെയ്തു കൂട്ടുന്നത്. അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധം കൊതിച്ച് കൂട്ടുകാരുമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന ദുര്യോധനൻ മുതലായ എന്റെ മക്കളും യുധിഷ്ഠിരൻ മുതലായ പാണ്ഡുവിന്റെ മക്കളും എന്തൊക്കെ കടുങ്കൈകളാണ് അവിടെ ചെയ്തത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. 2-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ തൂ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. ആ രാജാവായ ദുര്യോധനഃ തു ദുര്യോധനനാകട്ടെ വ്യൂഢം അവിടെ അണിനിരത്തിയിരിക്കുന്ന പാണ്ഡവാനീകം പാണ്ഡവ സൈന്യത്തെ ദൃഷ്ടുവ കണ്ടിട്ട് തഥാ അപ്പോൾ ആചാര്യം ഉപസംഗമ്യ ആ ദ്രോണാചാര്യനെ സമീപിച്ചിട്ട് ഇതം വചനം അബ്രവീത് പ്രകാരം പറഞ്ഞു. ഈ വാക്കുകളെ പറഞ്ഞു എന്നാണ് അർത്ഥം. അതായത് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുകയാണ്. കാരണം ബാക്കി തുടർന്ന് വരുന്ന 9 ശ്ലോകങ്ങളിലായിട്ടാണ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നത്. സഞ്ജയൻ പറഞ്ഞു, പടവെട്ടാൻ അണിനിരത്തിയിരിക്കുന്ന പാണ്ഡവപ്പട കണ്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ദൃഷ്ട്വാ തൂ പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. ഈ 3-ാമത്തെ ശ്ലോകം. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യാമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം
ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ആചാര്യ, അല്ലയോ ആചാര്യ, തവ ശിഷ്യേണ, അങ്ങയുടെ ശിഷ്യനും, ധീമത, ബുദ്ധിമാനുമായിട്ടുള്ള, ദ്രുപദപുത്രേണ, ആ ദ്രുപദ രാജകുമാരൻ, ദ്രുപദ രാജാവിന്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നൻ, വ്യൂഢാം, അവിടെ നിർത്തിയിരിക്കുന്ന, പാണ്ഡുപുത്രാണാം, പാണ്ഡവന്മാരുടെ, ഏതാം മഹതീം, അത്രയും വലുതായ, ചമും, ആ സൈന്യത്തെ, പശ്യ, നോക്കിയാലും, അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ആ സൈന്യത്തിന്റെ മേധാവിയുമായ ദൃഷ്ടദ്യുമ്നൻ അണിനിരത്തിയിരിക്കുന്ന പാണ്ഡവന്മാരുടെ ഈ പെരുമ്പടയെ ഒന്ന് കൺപാർത്താലും, പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ഇനി 3 ശ്ലോകം കൊണ്ട് ആ ഓരോ സൈന്യത്തിന്റെയും തലവന്മാരുടെ പേരുകളാണ് പറയുന്നത്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുദ്ധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമാഹ യുധി യുയുധാനഃ വിരാടഃ ച ദ്രുപദഃ ച മഹാരഥഃ. അത്ര, ആ പാണ്ഡവപ്പടയിൽ, മഹേശ്വാസ യുധി, ആ യുദ്ധത്തിനായിട്ട് വലിയ വില്ലേന്തിയവരും, ഭീമാർജുന സമാഹ, ഭീമനോടും അർജുനനോടും ഒപ്പം നിൽക്കുന്നവരും, ശൂരാഹ സതി, ശൗര്യമുള്ളവരുമുണ്ട്, യുയുധാനഃ, സാത്വികിയും, വിരാടഃ ച, വിരാട രാജാവും, മഹാരഥഃ ദ്രുപദഃ ച, മഹാരഥനായ ദ്രുപദ രാജാവും ഉണ്ട്. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബശ്ച നരപുംഗവഃ. ദൃഷ്ടകേതുഃ ചേകിതാനഃ കാശിരാജഃ ച വീര്യവാൻ പുരുജിത് കുന്തിഭോജഃ ച ശൈബ്യഃ ച നരപുംഗവഃ. ദൃഷ്ടകേതുഃ, ദൃഷ്ടകേതുവും, ചേകിതാനഃ, ആ ചേകിതാനനും, വീര്യവാൻ കാശിരാജഃ ച, വീര്യവാനായിട്ടുള്ള, ആ യുദ്ധസാമർഥ്യമുള്ള ആ കാശിരാജാവും, പൂരുജിത്ത്, പൂരുജിത്തും, കുന്തിഭോജഃ ച, കുന്തിഭോജനും, നരപുംഗവഃ ശൈബ്യഃ ച, നരശ്രേഷ്ഠനായ ആ ശൈബ്യനും ഉണ്ട്. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥഃ. യുധാമന്യുഃ ച വിക്രാന്ത ഉത്തമൗജാഃ ച വീര്യവാൻ സൗഭദ്രഃ ദ്രൗപദേയഃ ച സർവ ഏവ മഹാരഥാഃ. വിക്രാന്തഃ യുധാമന്യുഃ ച, പരാക്രമശാലിയായ യുധാമന്യുവും, വീര്യവാൻ ഉത്തമൗജാഃ ച, യുദ്ധത്തിന് പൊരുതുവാൻ പോന്ന അത്രയും ശക്തിയുള്ള ഉത്തമൗജസ്സും, സൗഭദ്രാഃ, സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവും, ദ്രൗപദേയഃ ച സതി, ദ്രൗപദിയുടെ 5 മക്കളും ഉണ്ട്. ഇമേ സർവേ ഏവ, ഈ എല്ലാവരും തന്നെ, ഇപ്പൊ ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇവരെല്ലാവരും തന്നെ, മഹാരഥാഹ, മഹാരഥന്മാർ ആകുന്നു. ഇപ്പൊ പ്രതിവിന്ധ്യൻ, ശ്രുതസോമൻ, ശ്രുതകീർത്തി, ശതാനീകൻ, ശ്രുതസേനൻ, ഇവരാണ് ദ്രൗപദിയിൽ ധർമ്മപുത്ര മുതലായവർക്കുണ്ടായ 5 പുത്രന്മാർ. അതാണ് ദ്രൗപദേയഃ എന്ന് പറഞ്ഞത്, ദ്രൗപദിയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞത്. ദ്രൗപദിക്ക് 5 പുത്രന്മാരാണ്. ആ 5 പേരും മഹാരഥന്മാര് തന്നെയാണ്. മഹാരഥഃ ഏകോദശ സഹസ്രാണി യോധയേദ്യസ്തു ധന്വിനാം ശസ്ത്രശാസ്ത്ര പ്രവീണശ്ച സവൈ പ്രോക്തോ മഹാരഥഃ. ഒറ്റയ്ക്ക് 10,000 വില്ലാളികളോട് എതിരിടുന്നവനും ശാസ്ത്രങ്ങളിലും സാമർഥ്യമുള്ളവനുമായവരെയാണ് ഈ മഹാരഥന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹാരഥന്മാരാണ് ഇവർ ഇത്രയും എന്ന് പറയുകയാണ് ഈ 3 ശ്ലോകത്തിലായിട്ട്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പൂരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥഃ.
ശ്ലോകം 7. അസ്മാകം തൂ വിശിഷ്ടായേ താന്നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമി തേ. അസ്മാകം തൂ വിശിഷ്ടാഃ യേ താൻ നിബോധ ദ്വിജോത്തമ നായകാഃ മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമി തേ. ദ്വിജോത്തമ അല്ലയോ ബ്രാഹ്മണോത്തമ, അസ്മാകം തൂ നമ്മുടെ ഇടയിലാകട്ടെ, ഏവരാണോ മമ സൈന്യസ്യ എന്റെ പടയുടെ നായകാഹ തലവന്മാരും വിശിഷ്ടാക ഭവതി യോഗ്യന്മാരും ആകുന്നത്, താൻ നിബോധ അവരെ അറിഞ്ഞാലും. ഇനി ഞാൻ അവരെ കുറിച്ച് പറയാം. അതായത് നമ്മുടെ ആ പടയുടെ തലവന്മാരും യോഗ്യന്മാരായവരും ആരൊക്കെയാണ് എന്ന് ഞാൻ ഇനി പറയാം. തേ സംജാർത്ഥം അങ്ങയുടെ അറിവിന് വേണ്ടിയിട്ട്, അഹം താൻ ബ്രവീമി ഞാൻ അവരെ കുറിച്ച് വിശദമാക്കാം. അല്ലയോ ബ്രാഹ്മണോത്തമ, ഇനി നമ്മുടെ സൈന്യങ്ങളെ വേണ്ട പോലെ കൊണ്ടു നടത്തുന്ന ആ യോഗ്യന്മാരായ തലവന്മാരിൽ ചിലരെ കുറിച്ച് ഞാൻ പറയാം, അങ്ങ് കേട്ടാലും എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അസ്മാകം തൂ വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമി തേ.